സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ജാമൂനാണ് കേട്ടോ, ഗുലാബ് ജാമുൻ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് MTRന്റെ ഗുലാബ് ജാമുൻ ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് ഇങ്ങനെ പാക്കറ്റിൽ കിട്ടുമല്ലോ, അത് കാരണം പിന്നെ അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ മിക്സ് വീട്ടിലും ഉണ്ടാക്കാം കേട്ടോ. റവ വെച്ചിട്ടും അതുപോലെ മൈദ, റവ, പിന്നെ ഗോതമ്പ് പൊടി, അങ്ങനെ പാൽപ്പൊടി ഒക്കെ ഇട്ടിട്ട് വെച്ചിട്ട് പാലൊക്കെ ചേർത്ത് നമുക്ക് മിക്സ് വീട്ടിലുണ്ടാക്കാം. പക്ഷെ ഇങ്ങനെ കിട്ടുമ്പോൾ ഇപ്പോൾ അങ്ങനെ മെനക്കെടേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഷുഗർ ഇതാകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ്. എല്ലാവരും ഉള്ളപ്പോൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഗുലാബ് ജാമുൻ. അപ്പോൾ കാര്യമായിട്ട് എനിക്ക് ഇൻഗ്രീഡിയൻസ് ഒന്നും അധികമൊന്നും ഇല്ല കേട്ടോ. പഞ്ചസാരയുടെ സിറപ്പ് ഉണ്ടാക്കണം, പിന്നെ ഇത് കുഴച്ച് വെക്കണം ഒന്ന്. അപ്പം എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഈ പാക്കറ്റ് പൊട്ടിച്ച് നമുക്കിത് ഫുള്ള് ഇതിലേക്ക് ഇടാം. എല്ലാവരും ഇവിടെ ഉണ്ട്, അത് കാരണം എല്ലാവരും കഴിച്ചോളൂ. ഞാൻ ഒറ്റയ്ക്കാകുമ്പോൾ പിന്നെ ഇതിൻ്റെ ആവശ്യമില്ല. ഞാനങ്ങനെ ഷുഗർ കഴിക്കുന്ന ആളല്ല. എന്നാലും ജാമുൻ എന്നൊക്കെ പറഞ്ഞാൽ ആരാ കഴിക്കാത്ത, എല്ലാവർക്കും ഇഷ്ടമാവുന്ന സാധനമാണല്ലോ ഗുലാബ് ജാമുൻ എന്ന് പറയുന്നത്. ഇത് നമുക്കൊന്ന് കുഴച്ചെടുക്കണം. ഇപ്പം ഗോതമ്പ് ചപ്പാത്തീൻ്റെ മാവിനൊക്കെ പോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഞാനിതിൽ പാൽ ഒഴിച്ചിട്ടാണ് കുഴച്ചെടുക്കുന്നത് കേട്ടോ. കുറച്ച് പാൽ ഒഴിച്ചിട്ട് വേണം കുഴച്ചെടുക്കാൻ. അത് വല്ലാതെ വെള്ളം കൂടിപ്പോയാൽ പിന്നെ അതൊന്നും ശരിയാവില്ല. അപ്പോൾ ലേശം കുറച്ച് പാൽ ഒഴിക്കുക, എന്നിട്ട് മിക്സ് ചെയ്യുക. ഇത് വെള്ളം ഒഴിച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ, ഞാൻ പാൽ ഒഴിച്ചുണ്ടാക്കണമെന്നേ ഉള്ളൂ. ഏകദേശം കുറച്ചൊരു പരിവായിട്ടുണ്ട്. നമ്മൾ കയ്യിൽ കുറച്ച് നെയ്യോ എണ്ണ എന്തെങ്കിലും ഒഴിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒട്ടിപ്പോയി. അപ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഞാൻ ഒന്നും കൂടി കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഇവിടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിവിടെ അടച്ചു വെക്കാം. എന്നിട്ട് നമുക്ക് പഞ്ചസാരേൻ്റെ സിറപ്പ്, പഞ്ചസാരപ്പാനി ഉണ്ടാക്കാം. പഞ്ചസാരേൻ്റെ സിറപ്പ് ഉണ്ടാക്കാം. ഞാനൊരു വലിയ പാത്രം വെച്ചിട്ട് നമ്മൾ ഇടുമ്പോൾ അല്ലെങ്കിൽ മേലെ പോകും. ഇതിന് 2 കപ്പ് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അതിലൊരു 4 കപ്പ് വെള്ളം ഒഴിക്കുക. ഇത് കുറച്ച് സിറപ്പായി കിട്ടേണ്ടത് കാരണം 4 കപ്പ് വെള്ളം ഇരുന്നോട്ടെ. അല്ലെങ്കിൽ പിന്നെ സാധാരണ ഇതൊക്കെയാണെങ്കിൽ കുറച്ച് മതി വെള്ളം. ഇനി അതിൽ നമ്മൾ കുറച്ച് ഫ്ലേവറിന് കുറച്ച് ഏലക്കായ ചതച്ചതും കൂടി ഞാൻ അതിലിടുകയാണ്. നിങ്ങൾക്ക് ഉണ്ടാക്കുമ്പോൾ അവിടെ വീട്ടിൽ റോസ് വാട്ടറൊക്കെ ഉണ്ടെങ്കിൽ ലേശം റോസ് വാട്ടറൊക്കെ ഒഴിക്കാം കേട്ടോ. ഇവിടെ റോസ് വാട്ടർ ഇല്ല, അത് കാരണം റോസ് വാട്ടർ ഒഴിക്കുന്നില്ല. അപ്പം അത് പഞ്ചസാരപ്പാനി ആവട്ടെ. ഇതൊന്ന് തിളച്ച് വരട്ടെ. പഞ്ചസാരപ്പാനി തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ആ ബോളാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ചെറിയ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാം. അതിന് മുൻപ് ഈ പാത്രത്തിൽ ലേശം നെയ്യോ എണ്ണയോ എന്തെങ്കിലും തടവണം, അല്ലെങ്കിൽ ഉരുട്ടി വയ്ക്കുമ്പോൾ അതിൽ ഒട്ടിപ്പിടിക്കും. അപ്പം ഞാൻ കുറച്ച് നെയ്യ് തടവുകയാണ് ഇതിൽ കേട്ടോ. ഓയിൽ എന്തെങ്കിലും തടവിയാൽ മതി. ആയിട്ട് എടുക്കാം. ഇത് നമ്മൾ ബോൾസ് ആക്കുമ്പോൾ അതിന് ഒരു തരം ക്രാക്ക്, വിള്ളൽ വരാൻ പാടില്ല കേട്ടോ. അല്ലാതെ വേണത് ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ. ഇത് ആദ്യം ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് തിരുമ്പിയിട്ട് എടുത്തിട്ടിക്കണം. അല്ലെങ്കിൽ ക്രാക്ക് വന്നാൽ പഞ്ചസാര പാനിയിൽ ഇടുമ്പോൾ അത് പൊട്ടിപ്പോകും. ഇതെല്ലാം ഓരോ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാം. പാനി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ജാമൂണൊക്കെ ബോളാക്കി കൊടുക്കുന്നത്. ഇതിലും ചെറിയ ബോൾസും ആയിട്ട് നിങ്ങൾക്ക് ഉരുട്ടിയെടുക്കാം കേട്ടോ. ഇനി നമുക്കിത് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാനൊന്ന് സ്റ്റവ് കത്തിച്ച് എണ്ണ ഒഴിക്കണം. കുറച്ച് ഓയിൽ ഒഴിക്കുകയാണ്.
ചൂടാവട്ടെ. ചൂടായിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമ്മളത് ലോ ഫ്ലെയിമിലേക്ക് വെക്കണം. അല്ലെങ്കിൽ ഇത് എന്താ വെച്ചാൽ പുറത്ത് കരിഞ്ഞും പോവും, അകത്തേക്ക് വേവില്ല. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണത് ഇതാക്കി എടുക്കാനായിട്ട്, ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ തന്നെ അത് കണ്ടില്ലേ പെട്ടെന്ന് ബ്രൗൺ കളർ ആവണം. എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടേ ചെയ്യാവുള്ളൂ. ഇത് നല്ലോണം എണ്ണ ചൂടായ കാരണമാണ്. ഇതിലേക്ക് പഞ്ചസാര പാനിയിലേക്ക് ഇടുകയാണ്. ഇനി അടുത്തതും കൂടി എടുക്കാം. ലോ ഫ്ലെയിമിലിട്ടായ കാരണം കുറച്ച് താമസം ഉണ്ട് കേട്ടോ അത് ഫ്രൈ ചെയ്ത് ആയി വരാനേ. അതിന് മാത്രമേ സമയം വേണ്ടുള്ളൂ. പാനിയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഒരു ലേശം കൂടി ഉണ്ടാക്കാം, അത് കൂടി ഉണ്ടാക്കട്ടെ കേട്ടോ, ഫ്രൈ ചെയ്തെടുക്കട്ടെ. ഇൻസ്റ്റന്റ് ഗുലാബ് ജാമുൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും അപ്പോൾ ഉണ്ടാക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ തന്നെ കാണാം. ഓക്കെ, ബൈ.